ചാൻസിൽ ആദ്യമായിട്ടാണ് വന്നത്. ചാൻസിലെ ഭക്ഷണവും കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്, ഡീലിങ്ങും നല്ലതാണ്. എല്ലാവരും നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ ഫുഡ്, നല്ല ഫുഡ്. ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. വെള്ളങ്കണ്ണി വന്നപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് പച്ചാൻ ഹോട്ടലാണ് അല്ലേ? ഹായ്, നമസ്കാരം, വണക്കം. ഞങ്ങൾ രുചികൾ തേടി സേഫ് ഗാർഡ് ഫ്ലേവേഴ്സ് എത്തിയിരിക്കുന്നത് വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണിയിൽ അച്ചാൻസ് ഹോട്ടൽ. അച്ചാൻസ് ഹോട്ടലിൽ മലയാളികളാണ്. അപ്പം മലയാളി തനിമയിലെ ഫുഡാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. ഈ കാണുന്ന റോഡിൽ നിന്ന് ഒരു 3 മിനിറ്റ് നടന്നാൽ റെയിൽവേ സ്റ്റേഷൻ എത്തും. അതുപോലെ നേരെ ഇങ്ങോട്ട് കാണുന്ന റോഡ് പോയി കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിലെത്തും. അപ്പോൾ അച്ചാൻസ് ഹോട്ടലിലെ രുചി വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാനും രുചിക്കാനും പോകുന്നത്. അപ്പോൾ വരൂ. എങ്ങനെ? നല്ല ഫുഡാണ്. എന്താ കഴിച്ചത്? ഞങ്ങൾ ഗീ റോസ്റ്റാണ് കഴിച്ചത്. പിന്നെ പിള്ളേർ ഇഡ്ഡലി കഴിച്ചു. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഇല്ല, 2 വർഷം മുമ്പ് നമ്മളൊന്ന് വന്നായിരുന്നു വെള്ളങ്കണ്ണി വന്നപ്പോഴത്തേക്ക്. ഇപ്പം വീണ്ടും വന്നു. അതേ ടേസ്റ്റ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഉണ്ട്. എന്താ കഴിച്ചത്? ഇഡലി. ഇഡ്ഡലി എപ്പോഴും എങ്ങനെയുണ്ട്? ഇഡ്ഡലി എങ്ങനെയുണ്ട്? നല്ലതാ. എന്താ കഴിച്ചത്? ഇഡ്ഡലി കഴിച്ചത്? ഇഡ്ഡലിയാണോ കഴിച്ചത്? റോസ്റ്റാണ് കഴിച്ചത്? ദോശ എങ്ങനെയുണ്ട്? നല്ലായിരിക്കാ? സൂപ്പറായിരിക്കാ? എങ്ങനെയുണ്ട്? നല്ലായിരുന്നു. ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. വെള്ളങ്കണ്ണി വന്നപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് പച്ചാൻ ഹോട്ടലാണ് അല്ലേ? രാവിലെ ഉച്ചക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണമാണ്. ഇവിടെ ആദ്യമായിട്ടാണോ അച്ചാൻസിൽ ആദ്യമായിട്ടാണ് വന്നത്. അച്ചാൻസിലെ ഭക്ഷണവും കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്, ഡീലിങ്ങും നല്ലതാണ്. എല്ലാവരും വേളാങ്കണ്ണിയിൽ ആദ്യമായിട്ടാണോ? വേളാങ്കണ്ണിയിൽ എനിക്ക് മുന്നേ വന്നിട്ടുണ്ട്. അച്ചാൻസിൽ ആദ്യമായിട്ടാണ് വന്നത്. നല്ല ഭക്ഷണമാണ്. എന്താ കഴിച്ചത്? മസാല ദോശ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നല്ല കേരളത്തിലെ പോലെ തന്നെയുള്ള ഭക്ഷണം കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ആണല്ലേ? ചേച്ചി, നല്ല ഭക്ഷണമാണ്. സാമ്പാർക്ക് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്, നല്ലതാണ്. നാട്ടിൽ കിട്ടുന്ന അതേപോലെ തന്നെ മലയാളികൾക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ ഹോട്ടലാണ് അച്ചാൻസ്. കഴിക്കാൻ നല്ലോണം. എന്താ കഴിച്ചത്? മസാല ദോശ. ഇവിടെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. വേളാങ്കണ്ണിയിൽ ആദ്യമായിട്ടാണോ? ഇല്ല, ഇപ്പൊ പ്രശ്നം. അച്ചാൻസിൽ ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയാണ്. നല്ല ഫുഡാണ്. സൂപ്പറാണല്ലേ? നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ ഫുഡ്, നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ഫുഡ്. വേളാങ്കണ്ണി അച്ചാൻസ് ഹോട്ടലാണ്. അച്ചാൻസ് ഹോട്ടലിൻ്റെ ഒരു സാരഥിയിൽപ്പെട്ട ഒരാളാണ് ഷാജി ചേട്ടൻ. എറണാകുളം സ്വദേശിയാണ്, മലയാളിയാണ്. ഷാജി ചേട്ടൻ എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? ഇവിടെ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഹോട്ടൽ ഫീൽഡിൽ എനിക്ക് അവിടെ നാട്ടിൽ എറണാകുളം കുമ്പളങ്ങി എന്ന സ്ഥലത്ത് ഹോട്ടലുള്ളതാണ്. അതിപ്പോൾ ഇല്ല, അതിപ്പോൾ നിർത്തി. അവിടുത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഷെയർ ചെയ്ത് നടത്തണം. ഞങ്ങൾ 3 പേരുണ്ട്. അതിൽ ഒരാൾ പാല, ഒരാൾ തിരുവനന്തപുരം, ഞാൻ കുമ്പളങ്ങി, എറണാകുളം കുമ്പളങ്ങി. പിന്നെ അതിലൊരാൾ മെയിൻ കുക്കാണ് ഇവിടെ, ഷെഫാണ്. അയാളെ സംബന്ധിച്ചോളം അയാളൊരു 20 വർഷത്തോളമായി വേളാങ്കണ്ണി തന്നെ വേറെ മറ്റുള്ള ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസും അയാളുടെ ക്വാളിറ്റിയും കൊണ്ടിട്ടാണ് ഞങ്ങളങ്ങനെ ഒരു 3 പേരോട് ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു സംരംഭത്തിന് പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള രുചികരമായ ഭക്ഷണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളീയ തനിമയിൽ അത് കൊടുക്കാനായിട്ട് ദിവസം നമുക്ക് അനുവദിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിതെല്ലാം മെറ്റീരിയലെല്ലാം കൊണ്ടുവരുന്നത് കേരളത്തിൽ നിന്നാണ്. കാരണം അങ്കമാലി, എറണാകുളം, സ്പൈസ് കേരള ബസ്സിലാണ് കൂടുതലും കൊണ്ടുവരുന്നത്. മെറ്റീരിയലെല്ലാം കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ആ കേരളീയ തനിമയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുക്കുമാരും മലയാളികളാണ്.
അതുകൊണ്ട് നമുക്ക് സെയിം ക്വാളിറ്റി. നമുക്ക് വരുന്ന കസ്റ്റമറും മലയാളീസാണ്, ഭൂരിഭാഗം മലയാളികളാണ്. പിന്നെ അതുകൂടാതെ ഇവിടം വരും നമ്മുടെ ഈ രുചികരമായ ടേസ്റ്റ് ബീഫ്, ചിക്കൻ ഇതൊക്കെ കഴിക്കാനായിട്ട് തമിഴ് നാട്ടുകാർക്ക് ഭയങ്കര ആവശ്യം. അവർ രാത്രിയാകുമ്പോൾ ചൂട് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി ഫാമിലി ആയിട്ട് വരാറുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിൽ തൃപ്തികരമായിട്ടാണ് പോയിരുന്നത്. രാവിലെ എത്ര മണിക്ക് ഓപ്പൺ ചെയ്യാം? നമുക്കിവിടെ 6 മണിക്ക് ചായ തുടങ്ങും. ഒരു 7-7:15 ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ടിഫിൻ, ബ്രേക്ക്ഫാസ്റ്റ്, മസാല ദോശ, നെയ്റോസ്റ്റ്, പുട്ട്, പ്ലെയിൻ ദോശ, ഇടിയപ്പം, ഇഡലി, പൂരി മസാല, കറികൾ, മുട്ടക്കറി, കടലക്കറിയൊക്കെ ഉണ്ടാവും. ഉച്ചക്ക് 12 മണിയാകുമ്പോൾ ഊണ് സ്റ്റാർട്ട് ചെയ്യും. ഊണ് കുത്തരിച്ചോറ്, നമ്മൾ നാടൻ തനിമയുള്ള കുത്തരിച്ചോറ്, അവിയൽ, തോരൻ, രസം, സാമ്പാർ, നാടൻ ചമ്മന്തികൾ, തേങ്ങാ ചമ്മന്തി, തക്കാളി ചമ്മന്തി, അങ്ങനെ ഓരോതരം രസകരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഓരോ ചേഞ്ച് ചെയ്തു. പിന്നെ അതുകൂടാതെ ഫിഷ് കറി നമ്മുടെ കുടംപുളിയിട്ട് നാടൻ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച ഫിഷ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. നൈറ്റ് എത്ര മണിക്ക്? നൈറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം 10 മണിക്കാണ്. 10 മണിക്കാണ്. അപ്പം അച്ചാൻസിന് വേറെ ബ്രാഞ്ച് ഉണ്ടോ അവിടെ? ഇല്ല, നമ്മൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അച്ചാൻസ് എന്നുള്ള പേരിൽ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതെ. അപ്പോൾ ഇതൊക്കെയാണ് വേളാങ്കണ്ണിയിൽ അച്ചാൻസിലെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ പറയാം. വേളാങ്കണ്ണി അച്ചാൻസിലെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേപോലത്തെ നല്ല നാടൻ പുട്ട്, പപ്പടം, മീൻകറി, മുട്ടക്കറി, കടലക്കറി. അപ്പം ഇനി കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. വേളാങ്കണ്ണി അച്ചാൻസിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മളെ നാടൻ പുട്ട്, നാടൻ അയിലക്കറി, കടലക്കറി ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഷാജി ചേട്ടനൊന്ന് കാണട്ടെ. ഷാജി ചേട്ടാ, ഭക്ഷണമൊക്കെ കഴിച്ചു, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ അച്ചാൻസ് വേറെ എന്താ നമ്മളെ നാട്ടുകാർക്ക് കൊടുക്കുന്നത്? മലയാളികൾക്ക് വേറെ ഒന്നല്ല, ഇവിടെ ഈ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാർക്ക് പാക്കേജ് കൊടുക്കും. ചിലർ ഇവിടെ ആൾക്കാർ ബാപ്റ്റിസം, ആദ്യ കുർബാന സ്വീകരണം, എൻഗേജ്മെൻറ്റ് ഇതൊക്കെ നടത്തുന്നവർക്ക് നമ്മൾ ബൾക്കായിട്ട് ഇപ്പോൾ 100, 50, 200 എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം ഞങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്തായിട്ടും കൊടുക്കും, ബൾക്കായിട്ടും കൊടുക്കും. അപ്പോൾ അതിനിങ്ങനെ ഈ കാർഡ് ഇതിലുള്ള കോൺടാക്റ്റ് വെച്ച് നമ്മൾ ആൾക്കാർ വിളിച്ച് ബുക്ക് ചെയ്ത് അങ്ങനെ ഒരു സ്പെഷ്യൽ, അത് ഇവിടെ ഒരിടത്തും കൊടുക്കാത്ത ഒരു സ്പെഷ്യൽ സർവീസ് പാക്കേജ് നിങ്ങൾക്ക്. അതേപോലെ തന്നെ ട്രെയിനിലേക്കുള്ള പാക്കേജും, ട്രെയിനിൽ പോകുന്നവർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ പാക്കേജ്, പ്ലേറ്റ് അടക്കം സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം അച്ചാൻസിലെ സൗകര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പം അച്ചാൻസിൽ ഇങ്ങനെ സൗകര്യങ്ങളുണ്ട്. അപ്പം മാക്സിമം ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾ അച്ചാൻസിനായിട്ട് ബന്ധപ്പെടുക. വേളാങ്കണ്ണി വരുമ്പോൾ ധൈര്യമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.